അടിപൊളി ദിവസം നേരുന്നു കേട്ടാ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നൊരു പ്രത്യേക തരം കടലക്കറിയാണ് കേട്ടോ. കടലക്കറി എല്ലാവരുടെ വീട്ടിൽ കോമൺ ആണ്. പക്ഷേ ഇതെൻ്റെ വീടിൻ്റെ അടുത്തൊരു ചായക്കടയുണ്ട്. ആ ചായക്കടയിൽ പൊറോട്ട, പുട്ട്, അപ്പം എന്നിവയുടെ കൂടെ കിട്ടുന്ന ഒരു കടലക്കറിയാണ് കേട്ടോ. അതായത് നമ്മൾ വറുത്തരച്ച് വെച്ച കടലക്കറിയുടെ ടേസ്റ്റ് കിട്ടും. എന്നാൽ വറുത്തരച്ച് വെക്കുകയും വേണ്ട, സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ കടലക്കറിയാണ്. അപ്പോൾ ഞാൻ കടല നന്നായിട്ട് കഴുകി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് അടപ്പത്തേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ കടല വെന്ത് കിട്ടുന്ന സമയത്തേക്ക് നമുക്ക് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, ഞാൻ ഒരു തക്കാളിയാണ് എടുക്കുന്നത്. ഇതൊക്കെ കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ കറിവേപ്പിലയുണ്ട്, തക്കാളി ഉണ്ട്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത് നമ്മൾ ഒരു പാത്രം എടുക്കണം, ഒരു പാൻ എടുക്കണം. ആ പാനിലേക്ക് മല്ലിപ്പൊടി വറുക്കണം. അപ്പം മല്ലിപ്പൊടി, ഗരം മസാല, കാശ്മീരി മുളക് പൊടി, മീറ്റ് മസാല, സാധാ മുളക് പൊടി ഇത്രയൊക്കെ ഇട്ട് വഴറ്റും കേട്ടോ. അപ്പം ശരിക്കും നമ്മൾ ഈ ഇറച്ചിക്കറിയിലൊക്കെ പൊടി വറുത്തിടൂലേ, അതേ ടെക്നിക്കാണ് കേട്ടോ. അപ്പോൾ ഈ കറി ഇവിടുത്തെ ആമയുടെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പം ഞാൻ കടല ഇങ്ങനെ വെക്കും, ഗ്രീൻ പീസും ഇങ്ങനെ വെക്കും കേട്ടോ. ഗ്രീൻ പീസ് ഇതുപോലെ തക്കാളിയും ഉരുളക്കിഴങ്ങ് ഗ്രീൻ പീസിൻ്റെ കൂടെ ഇടും കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസും ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോംബോയാ കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെ വെക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പൊടിയൊക്കെ വറുത്തിട്ടുണ്ട്. അപ്പോൾ ആമിക്കുട്ടിക്ക് ഞാൻ കൊടുത്തേക്കണ ഡ്യൂട്ടി കണ്ടോ, ഞാൻ ഈ കുറച്ച് കടലയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് ഞാനത് അരച്ചിടാറുണ്ട്. അപ്പോൾ മിക്സിയിലാണ് അരയ്ക്കാറ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ആ ഡ്യൂട്ടി ആമി ഏറ്റെടുത്ത കാരണം പിള്ളേരെ നമ്മൾ അടുക്കള ജോലിയിൽ പങ്കുകാരാക്കണമല്ലോ. അപ്പോൾ ആമിക്ക് ഞാൻ കൊടുക്കും കേട്ടോ ആ ഡ്യൂട്ടി. അപ്പോൾ കടല വെന്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവക്കടെ ഭാഗം അങ്ങോട്ട് കൊടുത്തേക്കും. അപ്പോൾ അവളത് ചെയ്യും കേട്ടോ. അത് ഞാൻ വെളിച്ചെണ്ണയിൽ ഇത്തിരി കടുകും പിന്നെ പെരുംജീരകവും ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഈ മസാലക്കറികൾക്ക് നമ്മൾ പെരുംജീരകം മസ്റ്റാണ് കേട്ടോ. അതൊരു പ്രത്യേക ഫ്ലേവറും പ്രത്യേക രുചിയൊക്കെ ഉണ്ടാക്കും കേട്ടോ. പിന്നെ വറ്റൽമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, മുളക് എല്ലാം നമ്മൾ ഇടും കേട്ടോ. ഞാൻ പൊതുവേ കറികളിൽ പച്ചമുളക് ഇടുന്നത് കുറവാണ് കേട്ടോ. ഒന്നാമത്തേൽ പച്ചമുളക് ഞാൻ അങ്ങനെ കൂടുതൽ ഇടാറില്ല. പിന്നെ നന്നായിട്ട് എരിവൊക്കെ ഇടുന്നത് കൊണ്ടാണ് കൂടുതലും പച്ചമുളക് ഉപയോഗിക്കാറില്ലാത്ത കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കടലക്കറി ആണെങ്കിൽ എൻ്റെ ആമി പിറ്റേ ദിവസം ആമിക്ക് കറി ഭയങ്കര ഇഷ്ടം. നമ്മൾ ഒരു ദിവസം വെച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഈ കറി ഉപയോഗിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കാരണം ഈ പൊടി വറുത്ത് നമ്മൾ ഇടുന്നത് കൊണ്ട് ആ ഇറച്ചിക്കറിയുടെ രുചിയും ടേസ്റ്റും മണവും ഒക്കെ വരും. അപ്പോൾ അവൾ പിറ്റേ ദിവസം ഫുഡ് കഴിക്കാനാണെങ്കിൽ അമ്മ പറയും, അമ്മേ ഇന്നലത്തെ കടലക്കറി ഉണ്ടെങ്കിൽ അത് എടുത്ത് വെക്കണോട്ടോ, അതെനിക്ക് വേണോട്ടോ എന്ന് അവൾ പറയും. കാരണം പുള്ളിക്കാരിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ കറി. ഇതും അത് ഗ്രീൻ പീസ് കറിയും അതെ കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെയൊക്കെ സ്കൂളിൽ പോകുമ്പോഴും ഇത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ ആളത് തന്നെ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാൻ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പിട്ട് ഇച്ചിരി കൂടി നന്നായിട്ട് സവാള വഴറ്റണം കേട്ടോ. പിന്നെ നിങ്ങളെങ്ങനെയാണ് വീട്ടിൽ കടലക്കറിയൊക്കെ വെക്കുന്നത്? ഇതുപോലെ പൊടി വറുത്താണോ, തേങ്ങ അരച്ച് ചേർത്താണോ, അതോ സാധാരണ പോലെ പൊടി ഇട്ടാണോ, എങ്ങനെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഞാൻ 1 മാസം ആയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു കണക്ക് കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഈ ലൈക്കിനും സബ്സ്ക്രൈബിനും നിങ്ങൾ കാണുന്നതിനും എല്ലാം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കണം, നിങ്ങൾ ലൈക്ക് അടിക്കണം, എൻ്റെ ചാനലുകളൊക്കെ കാണണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഞാൻ ആ കാര്യം പറയാൻ എപ്പോഴും വിട്ടുപോകുന്ന മാത്രമല്ല ഈ ഷോർട്സിലൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും സമയമാവും കേട്ടോ. അപ്പോൾ നമ്മുടെ കടലക്കറിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആമിക്കുട്ടി നമുക്ക് ചതച്ചരച്ച് തന്ന ആ കടലയുടെ ബാക്കിയത്തെയും കൂടി ഇടാണ് കേട്ടോ. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ കടലക്കറിക്ക് നല്ല ടേസ്റ്റും നല്ല കൊഴുപ്പൊക്കെ കിട്ടും കേട്ടോ. ഞാൻ കടല വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം ഞാൻ ഒരിക്കലും എടുക്കാറില്ല കേട്ടോ. കാരണം അതിനൊരു കട്ടുണ്ടാവുന്നത് കൊണ്ട് വെള്ളം ഞാൻ ഊറ്റിക്കളയാറുണ്ട്. അതിന് പകരം കടലക്കറിയിൽ ഇങ്ങനെ കടല അരച്ച് ചേർത്ത് വെക്കും കേട്ടോ. അപ്പോൾ കടലക്കറിക്ക് നല്ല തിക്നെസ്സും ഉണ്ടാവും, നല്ല കടലയുടെ രുചി നന്നായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കിത് മൂടി വെക്കാം. ഫൈനലി നമ്മുടെ കടലക്കറി ഇങ്ങനെ ഇരിക്കും. ഞാൻ സവാള നീളത്തിൽ അരിഞ്ഞത് കൊണ്ടാണ് സവാള അങ്ങനെ കാണുന്നത് കേട്ടോ. സവാള ചെറുതായിട്ട് അരിഞ്ഞ് അങ്ങനെ കാണില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം